മേളത്തിൽ ഉപയോഗിക്കുന്ന എല്ലാ ഉപകരണങ്ങളുടെയും ചെറിയൊരു ആമുഖം പോലെ പറഞ്ഞു വയ്ക്കുകയാണ് ചെയ്തത്. ഇനി നമുക്ക് മേളത്തിൻ്റെ അവതരണത്തിലേക്ക് പോകുന്നതിന് മുമ്പ് അതിൻ്റെ താളക്രമങ്ങളെക്കുറിച്ച് ഒന്ന് നോക്കാനുണ്ട്. നമ്മളിന്ന് അവതരിപ്പിക്കാൻ പോകുന്നത് പഞ്ചാരി മേളമാണ്. പഞ്ചാരി മേളത്തിലെ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ഒന്ന് ഇടന്തല ചെണ്ട, അടുത്തത് വലന്തല, പിന്നെ കുറുങ്കുഴൽ, കൊമ്പ്. ഇതിലിപ്പോൾ കൊമ്പിൻ്റെയും കുഴലിൻ്റെയും എൽത്താളത്തിൻ്റെയും കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഇടന്തല ചെണ്ട കൊട്ടാൻ ഉപയോഗിക്കുന്ന ചെണ്ടയാണ്. അതിലേക്ക് കൊട്ടുന്ന വരികളുടെ താളം വരുന്നത് വലന്തല ചെണ്ടയിലാണ്. വലന്തല ചെണ്ടയിൽ പിടിക്കുന്ന താളത്തിൻ്റെ 4 ഇരട്ടിയാണ് ഇടന്തല ചെണ്ടയിൽ കൊട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ആദ്യം തന്നെ അതിൻ്റെ താളക്രമങ്ങളെ ഒന്ന് പറയാം. പഞ്ചാരി മേളത്തിന് 5 കാലങ്ങളാണുള്ളത് എന്ന് പറഞ്ഞു. അതിൻ്റെ 5ാമത്തെ കാലം ആണ് പഞ്ചാരി മേളത്തിൻ്റെ അടിസ്ഥാന താളം. അത് 5 അടി ഒരു ഒഴിവ് ആണ് പഞ്ചാരി 5ാം കാലത്തിൻ്റെ താളത്തിലുള്ളത്. ആ താളം ഒന്ന് വലന്തല ചെണ്ടയിൽ താളം പിടിച്ച് കാണിക്കാം. 5 അടി മാത്രം. 1 2 3 4 5 ഒഴിവ്. വീണ്ടും 1 5 ഒഴിവ്. 5 അടി ഒരു ഒഴിവ്. 5 അടി ഒരു ഒഴിവിൽ ഒരു ഒഴിവടക്കം 6 അക്ഷരങ്ങളാണ് പഞ്ചാരിയുടെ 5ാം കാലത്തിൻ്റെ താളത്തിലുള്ളത്. ഇനി ഈ 5ാമത്തെ കാലത്തിൻ്റെ മേൽക്കാലമായിട്ട് 4ാമത്തെ കാലം ചിട്ടപ്പെടുത്തിയെടുക്കുമ്പോൾ അവിടെ ചെയ്യുന്നത് ഈ 5ഉം 1ഉം 6 അക്ഷരക്കാലങ്ങളെ ഇരട്ടിപ്പിക്കുകയാണ്. അവിടെ നമുക്ക് ശ്രദ്ധിക്കാനുള്ള 1-2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ 5 അടി ഒരു ഒഴിവ് വന്ന താളം, അത് പഞ്ചാരി താളം. ഞാൻ നേരത്തെ ആമുഖമായിട്ട് പറയുമ്പോൾ പറഞ്ഞു, ഒരു ദ്രുതവും ഒരു ലഘുവും ചേർന്നതാണ് പഞ്ചാരി താളം എന്ന് പറഞ്ഞു. അപ്പോൾ ദ്രുതത്തിലുള്ളത് 2 അക്ഷരങ്ങളും ലഘുവിലുള്ളത് 4 അക്ഷരങ്ങളുമാണ്. അപ്പോൾ 2 + 4, ഈ 2 + 4 നമ്മൾ ശബ്ദം കൊടുക്കുകയാണെങ്കിൽ ത ക ത രി കി ത ത ക ത ക ധി മി. ത ക 2 അക്ഷരങ്ങൾ പ്ലസ് ത രി കി ട അല്ലെങ്കിൽ തകതിമി 4 അക്ഷരങ്ങൾ. ഇതിനെയാണ് നമ്മൾ മേൽക്കാലമായിട്ട് 4ാം കാലത്തിലേക്ക് ഇരട്ടിപ്പിക്കുന്നത്. ഇതിനെ ഇരട്ടിപ്പിക്കുമ്പോൾ ആദ്യം വരുന്നത് ദ്രുതം ആണ്. 2 അക്ഷരങ്ങളാണ്. ഈ 2 അക്ഷരക്കാലങ്ങളെ ഇരട്ടിപ്പിക്കുമ്പോൾ 2ഉം 2ഉം 4. 4ാം കാലത്തിലേക്ക് വരുന്നത് 4 ആണ്. ഇനി അടുത്തത് 4 അക്ഷരങ്ങളെയാണ് ഇരട്ടിപ്പിക്കുന്നത്, ലഘുവിനെ. ത രി കി ട. ഈ തരികിടേനെ ഇരട്ടിപ്പിക്കുമ്പോൾ നമ്മൾ മേളത്തിൻ്റെ വിളംബകാലത്തിൽ കൊട്ടുന്ന നിലയ്ക്ക് സമാനമായിട്ടുള്ള തക്ക തക്ക തരി കീട്ട. ത ക ത ക ത രി കീട്ട. ഇങ്ങനെ 8 അക്ഷരക്കാലങ്ങളായിട്ട് മേൽക്കാലത്തിലേക്ക് ക്രമീകരിക്കപ്പെടും. അപ്പോൾ അതിനെ മൊത്തത്തിൽ പറയുമ്പോൾ ആദ്യം വരുന്നത് ത രി കി ട. ത ക ത ക ത രി കി ട. ഇങ്ങനെ 12 അക്ഷരങ്ങളാണ് 4ാം കാലത്തിൽ ക്രമീകരിക്കപ്പെടുന്നത്. ഇതിനെ ഞാനൊന്ന് ചൊല്ലു പറഞ്ഞിട്ട് ഒന്ന് പിടിച്ച് താളം അടിച്ച് പിടിച്ച് കാണിക്കാം. അതിനുശേഷം വലന്തലയിൽ അടുത്തതായിട്ട് വലന്തലയിൽ കാണിക്കും. ത ക. ആദ്യം ഒന്നുകൂടിയും പറയാം. ത രി കി ട. ത ക ത ക ത രി കി ട. ത രി കി ട. ത ക ത
ത രി കി ത. ഒന്നുകൂടിയും ത രി കി ത ത ക ത ക ത രി കി ത. ഒന്നുകൂടി പിടിച്ച് കാണിക്കൂ. ത ത ഭീം 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 ഭീം. രണ്ടമർത്തി ഒന്ന് തുറന്ന് അതിനൊരൊഴിവ്, പിന്നെ ഒരടി വീതം 2 പ്രാവശ്യം അതിന് ഓരോ ഒഴിവുകൾ, അടുത്ത 3 അടി തുറന്നടിച്ചിട്ട് അതിനൊരൊഴിവ്. ഇങ്ങനെയാണ് 4-ാം കാലത്തിൻ്റെ താളം വരുന്നത്. ഇനി ഇതിൻ്റെ മേൽക്കാലത്തിലേക്ക് 3-ാം കാലത്തിലേക്ക് പോകുമ്പോൾ ഇതിനെ നേരെ ഇരട്ടിപ്പിക്കണോ? ആദ്യത്തെ ത ത ധീം എന്നുള്ള ആ തരികിടേനെ ഇരട്ടിപ്പിച്ചപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ 8 അക്ഷരങ്ങൾ അവിടെ കിട്ടും. തക്ക 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 ധീമി എന്നുള്ള 8 അക്ഷരങ്ങൾ കിട്ടും. ആ 8 അക്ഷരങ്ങളെ അവിടെ പിടിക്കുന്നത് ചെമ്പടവട്ടായിട്ടാണ്. ത ത ത ത ധീം 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 എന്നാണ് അവിടെ താളം പിടിക്കുന്നത്. അടുത്തത് ഒരടി മാത്രമുള്ള ഒരടി ഒരു വീശേ 2 അക്ഷരങ്ങളെ താളം പിടിക്കുന്നത് തരികിടയായിട്ടാണ്. ധീം 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 വീശേ ധീം 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 വീശേ 2 പ്രാവശ്യം പിടിച്ചു. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു ചെമ്പടവട്ടം വരുന്നത് തൂക്കായിട്ട്, കലാശത്തിൻ്റെ ചെമ്പടവട്ടമായിട്ടാണ് പിന്നെ പിടിക്കുന്നത്. അപ്പോൾ തൂക്ക് പിടിക്കുമ്പോൾ ആദ്യത്തെ 3 അക്ഷരങ്ങളെ 1.5 അക്ഷരങ്ങളായിട്ട് ഇടഞ്ഞ് പിടിക്കുക. അതിനെയാണ് തൂക്ക് പിടിക്കുക എന്ന് പറയുന്നത്. 3-നെ 1.5 + 1.5 ആയിട്ട് പിടിക്കുക. അപ്പോൾ +5, 5 3 8. ഇങ്ങനെയാണ് തൂക്ക് പിടിക്കുന്ന അവസാനത്തെ ചെമ്പടവട്ടം വരുന്നത്. അതിൻ്റെ ചൊല്ല് ഞാനൊന്ന് പറഞ്ഞിട്ട് ആദ്യം താളം പിടിക്കാം. തക്ക 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 ധീമി തക്ക ധീമി തക്ക ധീമി തക്ക 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 ധീമി. ഇതാണ് എൻ്റെ ചൊല്ല്. ഒന്ന് പിടിക്കാം. ത ക ത ക ത ക ധീ മി ത ക ധീ മി ത ക ധീ മി ത ക ധീ മി ത ക ത ക ത ക ത ക ത ക ധീ മി ത ക ധീ മി ത ക ധീ മി ത ക ധീ മി ത ക ത ക ധീ. ഇങ്ങനെയാണ്. താളവട്ടം മാത്രം ഒന്ന് പിടിക്കൂ, ചൊല്ലില്ലാണ്ട് പിടിച്ചു കാണിക്കൂ. ത ത ത. ഇതാണ് 3-ാം കാലത്തിൻ്റെ വലന്തലത്താളം. ഇനി ഇതിനെ ഇരട്ടിപ്പിച്ചിട്ട് 2-ാമത്തെ കാലത്തിലേക്ക് ആക്കുമ്പോൾ ഇതിനെ നേരെ അങ്ങോട്ട് ഇരട്ടിപ്പിച്ചാൽ 2-ാം കാലം കിട്ടും. അപ്പോൾ ആദ്യത്തെ, ഇനി ഞാൻ ചൊല്ല് പറയാൻ നിൽക്കണില്ല, ഇരട്ടിപ്പിച്ച് അങ്ങോട്ട് പോകണേ ഉള്ളൂ. കാരണം ചൊല്ല് പറയാൻ നിന്ന് കഴിഞ്ഞാൽ തക്ക തക്ക തക്കതിമി 2 പ്രാവശ്യം പറയണം. അതിൻ്റെ താളം പിടുത്തം 2 പ്രാവശ്യം കാണിക്കേണ്ടി വരും. അപ്പം അങ്ങനെ പറയാൻ നിൽക്കണില്ല, ഇനി നേരെ ഇരട്ടിപ്പിച്ച് പോകണേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ പിടിച്ചത് 8 + 4 + 4 + 8 എന്നാണ് ഇപ്പോൾ താളം പിടിച്ചത്. 7 അടി ഒരൊഴിവ്, 3 അടി ഒരൊഴിവ്, 3 അടി ഒരൊഴിവ്, ഒരു തൂക്ക് +5 അടി, അങ്ങനെയാണ് ഇപ്പോൾ താളം പിടിച്ചത്. അതിലത്തെ ആദ്യത്തെ 8-നെ ഇരട്ടിപ്പിക്കുമ്പോൾ 8 ഉം 8 ഉം 16 കിട്ടും. പിന്നത്തെ 2 4-കൾ, 4 അക്ഷരകാലങ്ങൾ വീതമുള്ള 4 ഖണ്ഡങ്ങൾ അതിൽ വന്നിട്ടുണ്ട്. ഈ 4-കളെ ഇരട്ടിപ്പിക്കുമ്പോൾ 8 ഉം 8 ഇടനെയാണ് അതും വരിക. അത് കഴിഞ്ഞ് കലാശത്തിൻ്റെ ഒരു 8 ഇരട്ടിപ്പിക്കുമ്പോൾ വീണ്ടും 2 8-കൾ 16 വരും. അപ്പോൾ 16 + 8 + 8 + 16 ഇങ്ങനെയാണ് ഇതിനെ ഇരട്ടിപ്പിക്കുമ്പോൾ താളക്രമം വരുന്നത്. ഇതിനെ നമുക്ക്
രണ്ടാം കാലം കാലിട്ട് കൊട്ടുമ്പോഴുള്ള ഒരു രീതി, ഒന്നാമത്തെ കാലത്തിൻ്റെ തുടർച്ചയായിട്ട് കൊട്ടുമ്പോൾ രണ്ടാം കാലം വരുന്ന ഒരു രീതി. ഇങ്ങനെ രണ്ട് തരത്തിൽ ഇതിനെ വിഭജിച്ച് രണ്ട് തരത്തിലാണിത് വരിക. കാലിട്ട് കൊട്ടുമ്പോൾ രണ്ടാം കാലത്തിൽ വിളംബ കാലം കൊട്ടുന്ന രീതിയിലാണ് പഞ്ചാരി രണ്ടാം കാലം കാലിട്ട് കൊട്ടുക. അപ്പം അതിനനുസരിച്ചിട്ടുള്ള താളം പിടുത്തം ഒന്ന് കാണിക്കുമ്പോൾ നമ്മൾ ആദ്യത്തെ രണ്ട് പോലെ തന്നെ ത ത ത ത ത ത ത ഒരൊഴിവ്, ത ത ത ത ധീം ധീം ധീം. ഇങ്ങനെയാണ് ആദ്യത്തെ രണ്ട് ചെമ്പറോട്ടങ്ങളെ കാണിക്കുന്നത്. ഒരു ചെമ്പറോട്ടം മുഴുവൻ അമർത്തി പിടിക്കും. രണ്ടാമത്തെ ചെമ്പറോട്ടത്തിൻ്റെ അവസാനത്തെ 3 അക്ഷരങ്ങളെ അടിച്ച് തുറന്ന് കാണിക്കും. അതായത് അര ചെമ്പടവട്ടങ്ങളെ തുറന്നടിച്ച് കാണിക്കും. ഈ രീതിയിൽ തന്നെയാണ് അടുത്ത ഖണ്ഡത്തിനെയും ചിട്ടപ്പെടുത്തി വെച്ചിട്ടുള്ളത്. അതിൻ്റെ കാരണം ഇതിൻ്റെ വിളംബഘട്ടം കൊട്ടണം എന്നുള്ളതുകൊണ്ടാണ്. അത് കഴിഞ്ഞാൽ 2 ചെമ്പടവട്ടങ്ങൾ കലാശത്തിൻ്റെ ഖണ്ഡം എന്ന് പറയുന്ന രീതിയിൽ 2 ചെമ്പടവട്ടമായിട്ട് തന്നെ താളം ക്രമീകരിക്കുന്നുണ്ട്. അതിലത്തെ ആദ്യത്തെ ഖണ്ഡത്തിൻ്റെ താളം 2+2+2 എന്നുള്ള 3 ഖണ്ഡങ്ങളായിട്ട്, അതായത് 16 അക്ഷരം പ്ലസ് 16 അക്ഷരം പ്ലസ് 16 അക്ഷരം എന്നുള്ള രീതിയിലുള്ള 3 ഖണ്ഡങ്ങളായിട്ടുള്ള ചിട്ടപ്പെടുത്തൽ ഒന്ന് താളം പിടിച്ച് കാണിക്കാം. ആദ്യത്തെ ഖണ്ഡം മാത്രം. ഒന്നും കൂടി അതന്നെ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കും. ഇപ്പോൾ 8+8 8+8 അങ്ങനെ 2 ഖണ്ഡങ്ങളായിട്ട് 16 16 32 അക്ഷരങ്ങളെയാണ് ഇപ്പോൾ കാണിച്ചത്. ഇനി വരാൻ പോകുന്നത് കലാശത്തിൻ്റെ ഖണ്ഡത്തിൻ്റെ ചിട്ടപ്പെടുത്തലാണ്. നമ്മൾ നേരത്തെ 3-ാം കാലത്തിൽ പറഞ്ഞു, കലാശത്തിൻ്റെ ഖണ്ഡം ചിട്ടപ്പെടുത്തുമ്പോൾ 1.5+1.5 എന്ന് 3 അക്ഷരങ്ങളെ തൂക്കായിട്ട് പിടിച്ചതിന് ശേഷം 5 അക്ഷരങ്ങളെ ചേർക്കുകയാണ് അതിൽ ചെയ്തത്. അങ്ങനെയാണ് 5, 3, 8 എന്നുള്ള രീതിയിൽ കലാശത്തിൻ്റെ ഖണ്ഡം ചിട്ടപ്പെടുത്തിയത്. ഇവിടെ അതിനു മുമ്പായിട്ട് ഒരു ചെമ്പടവട്ടത്തിനെ താളത്തിനെ ഇരട്ടിപ്പിച്ചുകൊണ്ട് കൊട്ട്, ഈ നമ്മളിപ്പോൾ കൊട്ടിക്കൊണ്ടിരിക്കുന്ന വിളംബഘട്ടത്തിൽ കൊട്ടുന്ന നില തന്നെയാണ് അവിടെയും വരുന്നത്. പക്ഷെ അതിനെ 4ആയിട്ട് വിഭജിക്കുന്നു മാത്രം. ഇരട്ടിപ്പിച്ചിട്ട് 2 അക്ഷരക്കാലങ്ങളെ വീതം ഇരട്ടിപ്പിച്ച് താളം പിടിക്കുന്ന ഒരു രീതി. 2 അക്ഷരക്കാലങ്ങളെ ഇരട്ടിപ്പിക്കുമ്പോൾ അത് 4 ആവും. അപ്പോൾ ഒരൊഴിവ് 3 അടി എന്ന രീതിയിൽ 4 പ്രാവശ്യം അവിടെ താളം പിടിക്കും. അതുപോലെ ഈ തൂക്ക് പിടിക്കുന്ന 1.5 അക്ഷരങ്ങളെ ഒരൊഴിവ് 2 അടി എന്നുള്ള രീതിയിൽ ഇരട്ടിപ്പിക്കും. ആദ്യം നമുക്ക് 2 അക്ഷരകാലം മാത്രം ഒന്ന് താളം പിടിക്കുമോ? ത ത 2 അടി മാത്രം, ഒരൊഴിവ് 2 അടി. ഈ 2 അടിയുടെ ഇടയിൽ ഒരു അടിയും കൂടി വന്നാൽ അതിനെ ഇരട്ടിപ്പിച്ച് പിടിക്കുന്നത് അങ്ങനെയാണ്. 1 2 അതിനെ ഇരട്ടിപ്പിക്കുമ്പോഴോ 1 2 3 ഇരട്ടിപ്പിച്ച് താളം പിടിക്കുക. 2 അടി ആദ്യം പിടിച്ച് കാണിക്കും, ഇരട്ടി. ഈ വ്യത്യാസമാണ് ആ ആദ്യത്തെ ചെമ്പടവട്ടത്തിലത്തെ അക്ഷരകാലങ്ങളെ ഇരട്ടിപ്പിക്കുമ്പോൾ വരുന്നത്. അപ്പോൾ 8 അക്ഷരകാലങ്ങളെ 2+2+2+2 എന്നായിട്ട് 4ആയിട്ട് വിഭജിച്ചാൽ അതിനെ ഇരട്ടിപ്പിച്ചാൽ 4+4+4+4 എന്ന് കിട്ടും. അതിലത്തെ ആദ്യത്തെ ഒരു അക്ഷരകാലത്തിന് ഒഴിവായിട്ട് 3 അടി വീതം 4 പ്രാവശ്യം പിടിക്കണു. അതൊന്ന് പിടിക്കൂ. ഒരു ഒഴിവ് 3 അടി. ധീം ധീം ധീം. ഒഴിവ്. ഇതിപ്പോൾ ഇരട്ടിപ്പിച്ചപ്പോൾ 8നെ ഇരട്ടിപ്പിച്ചപ്പോൾ കിട്ടിയതാണ്. ഇനി വരുന്നത് 2 തൂക്കുകൾ. 1 2 ഒരടി, 1 2 ഒരടി. 2 തൂക്ക് മാത്രം ഒന്ന് പിടിച്ച് കാണിക്കൂ. ഒരടി അടിച്ചിട്ട് തുടങ്ങിയാൽ 3 അടി അടി. ആ ആദ്യത്തെ അടി എണ്ണണ്ട, അത് കഴിഞ്ഞിട്ടുള്ള തൂക്ക് മാത്രം എണ്ണിയാൽ മതി.
ഒന്നുകൂടി. 1 2 3 1 2 3. ഈ 1 2 3 എണ്ണിയത് ഒരു അക്ഷരകാലത്തിൻ്റെ ഇടയിൽ വരുന്ന 2 ഇടകളെയാണ് ആ 1 2 എണ്ണിയത്. അതിലത്തെ ഒരു ഇട ഒഴിവാക്കി അടുത്ത ഇടേനെ അടിച്ചു കാണിച്ചു. അപ്പോൾ 1 2 3 1 2 3 ഇങ്ങനെ ഇരട്ടിപ്പിച്ചിട്ട് 2 ഇടകളെ പിടിച്ച് കാണിക്കുക. ഇരട്ടിപ്പിച്ചിട്ട് 1 2 അടിച്ചാൽ മതി. 1 2 1 2. അപ്പോൾ ഇവിടെ 3 അക്ഷരകാലങ്ങൾ അങ്ങനെയായി. ഇനി വരുന്നത് ബാക്കി 5 അക്ഷരകാലങ്ങൾ വരില്ല. 3 എണ്ണം ഒരടി വീതം താളം പിടിച്ച് കാണിക്കുക. അത് കഴിഞ്ഞിട്ട് അവസാനത്തെ 2 അക്ഷരങ്ങളെ ഇതുപോലെ തന്നെ ഇരട്ടിപ്പിച്ച് കാണിക്കുക. 1 2 1 2 3. ഇങ്ങനെയാണ് കലാശത്തിൻ്റെ ഖണ്ഡം രണ്ടാമത്തെ കാലത്തിലേക്ക് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. ആ ഒരു ഖണ്ഡത്തിനെ ഒന്നിച്ച് 16 അക്ഷരങ്ങളെ ഒന്നിച്ചൊന്ന് താളം പിടിച്ച് കാണിക്കാം. 4 3 1 തൂക്കാണത്. 1 1 1 1 2 3. ഇതിനെ ഞാൻ 8 8 16 അക്ഷരങ്ങൾ ഇതിൻ്റെ കൂടെ ഞാനൊന്ന് എണ്ണി പറയാം. പിടിക്കുന്നത് ഇരട്ടിയിലാണ്. അക്ഷരകാലങ്ങൾ 16ആയിട്ടൊന്ന് എണ്ണി പറയാം. തുടങ്ങാം. 3 തുടങ്ങിക്കോളൂ. 1 2 3 4 5 6 7 8. 1 2 3 4 5 6 7 8. 2 എട്ടുകൾ. ഈ 2 എട്ടുകളെ ഇരട്ടിപ്പിച്ച് താളം പിടിച്ചതാണ് ഇപ്പോൾ ഇവിടെ കാണിച്ചത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് രണ്ടാം കാലത്തിൻ്റെ വലന്തല താളത്തിൽ പറയാനുള്ളത്. ഇനി ഇതിനെ നമ്മൾ ഒന്നാമത്തെ കാലത്തിലേക്ക് ഇരട്ടിപ്പിക്കുമ്പോൾ രണ്ടാമത്തെ കാലം താളം പിടിക്കുന്ന രീതിയിൽ ചെറിയൊരു മാറ്റമുണ്ട്. ആ ഒരു ചെറിയൊരു മാറ്റം പറയുകയാണെങ്കിൽ ഒന്നാമത്തെ കാലത്തിൻ്റെ താളം പറഞ്ഞാൽ ഇങ്ങോട്ട് വരാനാണ് എളുപ്പം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒന്നാമത്തെ കാലത്തിൻ്റെ താളം ഒന്ന് പറയാം. നമ്മളിവിടെ പിടിച്ചത് ആദ്യം 2 താളവട്ടം, രണ്ടാം കാലത്തിൻ്റെ താളവട്ടം മാത്രം ഒന്നിച്ച് 3 ഖണ്ഡങ്ങളൊന്ന് താളം പിടിച്ച് കാണിക്കുക. ആദ്യത്തെ ഖണ്ഡം മാത്രം പിടിച്ചാൽ മതി. ത ത 7 അടി ഒരു വീശ്. അതിൽ ആദ്യത്തെ 7നെ മുഴുവൻ അമർത്തി പിടിച്ചു. രണ്ടാമത്തെ 7 അവസാനത്തെ 3 അടി തുറന്നു പിടിച്ചു. ഇങ്ങനെ 8 8 16 ഇവിടെയുള്ളത്. ഇങ്ങനെ 2 ഖണ്ഡം രണ്ടാം കാലത്തിൽ വരുന്നുണ്ട്. എന്നിട്ടാണ് നമ്മൾ നേരത്തെ പിടിച്ച കലാശത്തിൻ്റെ ഖണ്ഡം വരുന്നത്. ഈ ഒരു ഖണ്ഡത്തിന് 8 8 16 എന്നുള്ളതിനെ ഒന്നാമത്തെ കാലത്തിലേക്ക് എടുക്കുമ്പോൾ 16 16 32 വരും. 32 ആക്കുമ്പോൾ 4 8 32. 4 ചെമ്പടവട്ടങ്ങളായിട്ട് അതിനെ വിഭജിക്കാം. ഈ 4 ചെമ്പടവട്ടങ്ങളായിട്ട് വിഭജിക്കുമ്പോൾ 4നെയും ഒരുപോലെ താളം പിടിക്കുന്നത് അതിൻ്റെ താള ഘടന, അത് കേൾക്കുമ്പോൾ ഉള്ള ആസ്വാദനത്തിന് വളരെ സുഖകരമായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് ഇതിനൊരു ഘടന കൊടുക്കണു. ഒരു ഖണ്ഡം, അതിൻ്റെ മുമ്പ് തന്നെ ഒരു കാര്യം കൂടി പറയട്ടെ. ഇത് നമ്മൾ കൊട്ടുന്നത് വിളംബ കാലാണ്. നേർക്കോൽ ഘട്ടം എന്ന് പറയുന്ന ഘട്ടം അവതരിപ്പിക്കേണ്ട പതികാലം കൊട്ടുന്ന താളവട്ടമാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഒരു താളവട്ടത്തിലെ ഒരു ഖണ്ഡം ചിട്ടപ്പെടുത്തണമെങ്കിൽ 2 ചെമ്പടവട്ടമെങ്കിലും നിർബന്ധമായിട്ടും ആ ഒരു ഖണ്ഡത്തിൽ ഉൾക്കൊണ്ടിരിക്കണം എന്നൊരു നിയമമുണ്ട്. ആ നിയമത്തിൻ്റെ കാരണം ഒരു ഖണ്ഡം ആരംഭിക്കുന്ന ഒരു ചെമ്പടവട്ടം മുഴുവൻ താളം അമർത്തി പിടിച്ചുകൊണ്ടുള്ള ഒരു ചെമ്പടവട്ടമാണ് വരിക. അതായത് ഒരു 8 മുഴുവൻ പൂർണ്ണമായിട്ട് തുടങ്ങുന്ന ഒരു ചെമ്പടവട്ടം. അത് കഴിയുന്ന, ഇപ്പോൾ നേരത്തെ കാണിച്ചതുപോലെ അവസാനത്തെ 3 അടി തുറന്നടിക്കുന്ന ഒരു ചെമ്പടവട്ടം. അപ്പോൾ 8 + 8, ഈ 2 എട്ടുകൾ, തുടങ്ങുന്ന ഒരു 8ഉം അവസാനിക്കുന്ന ഒരു 8ഉം നിർബന്ധമാണ്. തുടങ്ങുന്ന ഒരു 8 മാത്രം ഒന്ന് താളം പിടിച്ച് കാണിക്കാം. 7 അടി അമർത്തി പിടിക്കുന്നത്.
ഇനി അവസാനിക്കുന്നത് രണ്ടാമത്തെ ഉപഖണ്ഡം. ഇത് രണ്ടും നിർബന്ധമാണ്. ഒന്നാമത്തെ കാലത്തിലേക്ക് നമ്മൾ ഈ ഖണ്ഡത്തിനെ ഇരട്ടിപ്പിക്കുമ്പോൾ ഈ രണ്ട് ത ത ത ത ത ത ത അതിൽ തുടങ്ങണം നിർബന്ധമാണ്. അവസാനിക്കുന്നത് ത ത ത ത ധീം 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 അതിൽ അവസാനിക്കണമെന്ന് നിർബന്ധമാണ്. പിന്നെ ഒരു താളവട്ടത്തിൽ ഏറ്റവും കൂടുതൽ അക്ഷരകാലങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഖണ്ഡമായിട്ട് ആദ്യത്തെ ഖണ്ഡത്തിനെയാണ് സാധാരണ ക്രമീകരിക്കാറുള്ളത്. അതുകൊണ്ട് ഈ ഖണ്ഡത്തിനെ പിന്നെ വിഭജിക്കണമില്ല. എന്നിട്ട് ആദ്യത്തെ ഒരു 8 കഴിഞ്ഞിട്ട് അടുത്ത 8ഉം 8ഉം 16 എന്നുള്ളതിനെ 4+4+4+4 എന്ന് 4 കഷ്ണങ്ങളായിട്ട് വിഭജിച്ച് ചേർത്തു. 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊഴിവ് 3 അടി. അങ്ങനെ 4 പ്രാവശ്യം ഈ ആദ്യത്തെ ഉപഖണ്ഡം കഴിഞ്ഞിട്ട് 4 അരച്ചെമ്പടവട്ടങ്ങളെ അതിലേക്ക് ചേർത്തിട്ട് ഖണ്ഡം അവസാനിക്കുന്ന ത ത ത ത ധീം 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 എന്നുള്ളതിനെയും കൂടി ചേർത്തു. ഇങ്ങനെയാണ് ആദ്യത്തെ ഖണ്ഡം ചിട്ടപ്പെടുത്തിയെടുത്തത്. ഒന്ന് താളം പിടിച്ച് കാണിക്കാം. 4 എമ്പറോട്ടം ആദ്യത്തെ ഖണ്ഡം പതികാലം. അപ്പം ആദ്യത്തെ 4 ചെമ്പടോട്ടത്തിൻ്റെ ഒരു ഖണ്ഡം കഴിഞ്ഞു. അടുത്ത ഖണ്ഡം 2 ചെമ്പടോട്ടം ഉള്ളതിന് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ 2 ചെമ്പടവട്ടമുള്ള 2 ഉപഖണ്ഡങ്ങളായിട്ട് വീണ്ടും അതിനെ വിഭജിച്ച് നിർത്തി. 4 ആയിട്ടാണ് പതികാലത്തിൽ വരേണ്ടത്. അതിനെ 2+2 എന്നാക്കിയിട്ട് അടുത്തേക്ക് കൊടുത്തു. രണ്ടാമത്തെ ഖണ്ഡത്തിലെ ത 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 ദീം 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 എന്ന് 2ാം കാലത്തിൽ താളം പിടിച്ചത് 3ാം കാലത്തിലേക്ക് പോകുമ്പോൾ അരച്ചെമ്പടവട്ടം വീതമുള്ള 2 ഉപഖണ്ഡങ്ങളായിട്ടാണ് 3ാം കാലത്തിൽ നിൽക്കുന്നത്. അതിന് സമാനമായിട്ടാണ് 1ാമത്തെ കാലത്തിലേക്ക് 2 ചെമ്പടവട്ടം വീതം 2 ഉപഖണ്ഡമായിട്ട് തന്നെ ക്രമീകരിക്കുന്നത്. അതിപ്പോൾ നമ്മൾ 2ാം കാലത്തിൽ ചെയ്തതുപോലെ തന്നെ ത 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 ധീം 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 ഇങ്ങനെ തന്നെ 2 ഉപഖണ്ഡങ്ങളായിട്ട് അവിടെ നിർത്തും. ഇനി കലാശത്തിൽ വരുന്ന 2 ചെമ്പടവട്ടങ്ങളുള്ള കലാശത്തിൻ്റെ ഖണ്ഡം അത് നമ്മൾ നേരത്തെ ഇരട്ടിപ്പിച്ച് കാണിച്ചു. 3 അടി വീതം 4 പ്രാവശ്യമായിട്ട് താളം പിടിച്ച് കാണിച്ചു. അതിനെ വീണ്ടും ഇരട്ടിപ്പിക്കുമ്പോൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ 2+2 എന്ന രീതിയിൽ വിഭജിച്ചിട്ട് അതിലത്തെ ഒന്നിനെ ത 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 ധീം 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 എന്നും അടുത്തതിനെ 2ാം കാലത്തിൽ ചെയ്തതുപോലെ തന്നെ കലാശത്തിൻ്റെ ഖണ്ഡമായിട്ടും താളം പിടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ താളവട്ടത്തിൽ മൊത്തം താളം പിടിക്കുന്ന രീതി ആദ്യത്തിലെ 4 ചെമ്പടവട്ടം വരുന്ന ഒരു ഖണ്ഡം, അത് കഴിഞ്ഞാൽ 2 ചെമ്പടവട്ടം വീതം വരുന്ന 3 ഖണ്ഡങ്ങൾ, അത് കഴിഞ്ഞാൽ 2 ചെമ്പടവട്ടം വരുന്ന കലാശത്തിൻ്റെ ഒരു ഖണ്ഡം, മൊത്തം 4+2+2+2+2 കലാശത്തിൻ്റെ ഖണ്ഡം. ഇതിലിപ്പോൾ ഒരു കാര്യം കൂടി എന്നെ ഉണ്ണികൃഷ്ണൻ ഓർമ്മിപ്പിച്ച ഒരു ഖണ്ഡ സമാപനം കാണിക്കുക എന്ന് പറയുന്ന ഒരു ഇരട്ടിപ്പിച്ച് പിടിക്കുന്ന ഒരു രീതി. അത് ഞാൻ ഈ താളവട്ടം കാണിച്ചാൽ താളവട്ടം മൊത്തമായിട്ടൊന്ന് താളം പിടിച്ച് കാണിച്ചതിന് ശേഷം അതിൻ്റെ ആദ്യത്തെ ഖണ്ഡത്തിൽ നമുക്ക് കാണിക്കാം. താളവട്ടത്തിൽ ആദ്യത്തെ 4 പിടിക്കുന്നൊന്ന് ശ്രദ്ധിച്ചോളൂ. 3, 4, 5, 6, 7 വീശ്. 1, 2, 3 വീശ്. 1, 2, 3 വീശ്. 1, 2, 3 വീശ്. 1, 2, 3 വീശ്. 4 ഉപഖണ്ഡമായി. ഇവിടെ തുറന്നടിക്കുന്നുണ്ട്. അടുത്തത് ആദ്യത്തെ ഖണ്ഡം കഴിഞ്ഞു, 2ലേക്ക് കടന്നു.
ഒന്ന്, 2 ചെമ്പരോട്ടം ഇതുള്ള ആദ്യത്തെ ഖണ്ഡം. രണ്ട് ചെമ്പരോട്ടമുള്ള രണ്ടാമത്തെ ഖണ്ഡം. രണ്ട് ചെമ്പരോട്ടുള്ള മൂന്നാമത്തെ ഖണ്ഡം, കലാസിന്റെ ഖണ്ഡം. ഇപ്പൊ പിടിച്ചത് എല്ലാ ഖണ്ഡങ്ങളും വലന്തല അക്ഷരകാലത്തിന് സമാനമായിട്ടാണ് ഇപ്പൊ ഇവിടെ താളം പിടിച്ചത്. ഇത് വിളംബ ഘട്ടത്തിലുള്ള, അതായത് നേർക്കോൽ ഘട്ടത്തിലുള്ള നില കൊട്ടുമ്പോൾ ഇരട്ടി താളം പിടിക്കുന്ന ഒരു രീതിയുണ്ട്. ആ രീതിയും കൂടി ഒന്ന് കാണിക്കാം. അത് താളം പിടിക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കലാസിൻ്റെ ഖണ്ഡത്തിലുള്ള ഇരട്ടിപ്പിക്കൽ വരും. ഓരോ ഖണ്ഡങ്ങളുടെയും അവസാനത്തെ അരച്ചെമ്പടവട്ടം ഇരട്ടിപ്പിക്കും. അതൊന്ന് താളം പിടിച്ച് കാണിക്കാം. ആദ്യം മുതൽ കുറച്ചുകൂടി വേഗത്തിലാക്കുക. നമുക്ക് സമയം ഉണ്ടാവില്ല. ആദ്യത്തെ ഖണ്ഡത്തിന്റെ അവസാനം ഇരട്ടിപ്പിച്ചു. രണ്ടാമത്തെ ഖണ്ഡത്തിന്റെ അവസാനം. മൂന്നാമത്തെ ഖണ്ഡത്തിന്റെ അവസാനം. നാലാമത്തെ ഖണ്ഡത്തിന്റെ അവസാനം. ഇങ്ങനെയാണ് വിളംബഘട്ടം കൊട്ടുമ്പോൾ വലന്തല താളം പിടിക്കുന്നത്. ഇനി ഇതിലെ ഒരു മാറ്റം കൂടിയും കുഴമറിഞ്ഞ ഘട്ടം കൊട്ടുമ്പോൾ വരുന്നുണ്ട്. അത് അവസാനത്തെ കലാശത്തിൻ്റെ ഖണ്ഡത്തിൽ മാത്രം വരുന്നൊരു മാറ്റമാണ്. ഇത് ആ കലാശത്തിൻ്റെ ഖണ്ഡം മാത്രം ഒന്നും കൂടി എടുത്ത് പറയാം. വിളംബഘട്ടത്തിൽ പിടിക്കുന്ന കലാശത്തിൻ്റെ ഖണ്ഡം ഒന്നുകൂടി താളം പിടിക്കൂ. 3 4 3 2 2 1 വീതം 3 അടി. അപ്പോൾ 4 3 2 2 3 1 1 3. ഒന്നുകൂടിയും പറയാം. 3 അടി വീതം 4 പ്രാവശ്യം, 2 അടി വീതം 2 പ്രാവശ്യം, 1 അടി വീതം 3 പ്രാവശ്യം, വീണ്ടും 3 അടി. ഈ 3 അടി 2 അടി എന്നൊക്കെ പറഞ്ഞത് ഇരട്ടിയിലാണ് കേട്ടോ. 3 അടി 1 പ്രാവശ്യം. ഇങ്ങനെയാണ് ഇപ്പോൾ ഇവിടെ താളം പിടിച്ചത്. ഇതിനെ മധ്യമഘട്ടത്തിലുള്ള, അതായത് ഏട്ടനില കൊട്ടുന്ന സമയത്ത് ഇതിൻ്റെ ഈ 3 അടിയുടെ ഇടയിൽ ധീം 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 ഈ 3 അടി വീതം 4 പ്രാവശ്യം പിടിച്ചതിനെ അതിൻ്റെ ഇടയിലുള്ള 1 അടി ഒഴിവാക്കിയിട്ട് ആദ്യത്തേതിനെ അമർത്തിയും അവസാനത്തിന് തുറന്നും പിടിക്കും. ധീം 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 എന്നുള്ളതിൻ്റെ 3 അടി മാത്രം പിടിക്കൂ. അതിൻ്റെ നടുക്കിലത്തെ അടി മാത്രം ഒഴിവാക്കിയിട്ട് ത ധീം. ഒന്നുകൂടി അത് മാത്രം. ധീം ധീം ധീം. ധീം അറ്റിച്ച് പിടിച്ചാൽ മതി. ത ധീം പിടിച്ചാൽ മതി. ഞാൻ പറയാം ഇരട്ടി. ത ധീം 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 ധീം. ഇങ്ങനെയാണ് താളത്തിലെ ഇടയിലുള്ള 1 അടി ഒഴിവാക്കി ഇപ്പൊ പകുതിപ്പെടുത്തി. ഇപ്പൊ കൃത്യമായിട്ട് അക്ഷരകാലം 8 വന്നു. അടുത്ത ധീം 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 നടിക്കുന്നിടത്തെ 1 ഇട 2 അടിയാണ് അവിടെ കൊടുത്തത്. അങ്ങനെ 3 അക്ഷരകാലങ്ങളെ പിടിക്കുന്നതിൽ 1 അടി ഒഴിവാക്കിയിട്ട് അതിനെ തൂക്കി പിടിച്ചു.
പിന്നെ അവിടുന്ന് അങ്ങോട്ട് ബാക്കി 5 അക്ഷരങ്ങളെ ചേർത്ത് പിടിച്ചു. അത് മാത്രം. അപ്പം ഇടനില കൊട്ടുമ്പോഴോ ത ദി 2 3 തൂക്ക് 5 അടി 1 2 3 ധീം ധീം ധീം. അവസാനത്തിൽ 3 അടി ഇരട്ടിപ്പിച്ച് അടിച്ചിരുന്നതിനും കൂടി സമത്തിൽ പിടിച്ചു. ഇങ്ങനെയാണ് ഇടനില കൊട്ടുമ്പോൾ താളം പിടിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇനി കുഴമറിഞ്ഞാൽ ഇതേ ഭാഗം താളം പിടിക്കുന്നതിലേ ത ധീം ത ധീം എന്ന് 4 പ്രാവശ്യം പിടിച്ച് അമർത്തി പിടിക്കുന്ന അക്ഷരം കൂടി ഒഴിവാക്കും. ആദ്യം ത ധീം, അത് മാത്രം. ആദ്യത്തൊരു ചമ്പ്രോട്ടം. അതിലത്തെ അമർത്തി പിടിച്ച ത മാത്രം ഒഴിവാക്കുക. ഒഴിവ് ഇത്രയും കാര്യങ്ങളാണ് വലന്തല താളത്തിനെ പറ്റിയിട്ട് ആദ്യമായിട്ട് പറഞ്ഞു വയ്ക്കാനുള്ളത്.